നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്, അതാണ് കുഴപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ സെഗ്മെന്റേഷൻ, എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനെ ഒന്ന് പാർട്സ് ആക്കി നമ്മൾ തരംതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് സെയിം ഒരേ രീതിയിലുള്ളതിനെയൊക്കെ എടുക്കുന്ന രീതിയിൽ. അപ്പൊ എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ, ഇപ്പൊ നമ്മളൊരു പിക്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു പെൻസിൽ ഡ്രോയിങ് രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പെൻസിൽ ഡ്രോയിങ്ങിന്റെ രീതിയിൽ ആ ഒരു എഡ്ജ് മാത്രം ഡിറ്റക്ട് ചെയ്തെടുത്ത് നമുക്ക് ഇപ്പൊ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ആ പിക്ചറിന്റെ എഡ്ജ് ബേസ്ഡ് ഡിറ്റക്ഷൻ ഇപ്പറേ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമ്മൾ ശരിക്കും ഒരു പെൻസിൽ ഡ്രോയിങ് പോലെ അതിനെ മനസ്സിലാക്കുന്നത്. എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ. ഇൻ ദിസ് മെത്തേഡ് ദ ഒബ്ജക്റ്റ് ആർ ഐഡന്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ എഡ്ജ് ഡിറ്റക്ഷൻ. The edge detection is done based on the pixel properties like texture, contrast, color, saturation, intensities, etc. The result of edge-based image segmentation are shown in figure 9. അപ്പൊ ഇതാണ് ഇതിന്റെ, ഞാൻ പറഞ്ഞു ഒരു പെൻസിൽ ഡ്രോയിങ് പോലെ നമ്മൾ അതിനെ ഇത് ചെയ്യുകയാണ്. അതായത് ടു കോമൺലി യൂസ്ഡ് മെത്തേഡ്സ് ഫോർ ദ എഡ്ജ് ഡിറ്റക്ഷൻ. രണ്ട് രീതിയിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ എഡ്ജ് ബേസ്ഡ് ഡിറ്റക്ഷൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ സാധാരണ എക്സാമിന് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കുന്നതാണ്, മിക്കവാറും തന്നെ കാണാറുണ്ട്. അപ്പൊ അതായത് there are two commonly used methods for edge detection. രണ്ട് രീതിയിലുള്ളതാണ് തന്നെ. സെർച്ച് ബേസ്ഡ് എഡ്ജ് മെത്തേഡ്, പിന്നെ സീറോ ക്രോസിംഗ് ബേസ്ഡ് എഡ്ജ് മെത്തേഡ്. രണ്ട് രീതിയിലുണ്ട്, സെർച്ച് ബേസ്ഡ് എഡ്ജ് മെത്തേഡും സീറോ ക്രോസിംഗ് based edge method. Search based edge method, in this method edge detection is done based on the edge strength. അത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? എഡ്ജ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് from the local directional maximum of the gradient magnitude through a computer estimate of the edge local orientation. അത് ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലോക്കൽ ഡയറക്ഷണൽ മാക്സിമം ഓഫ് ദ ഗ്രേഡിയന്റ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇതിന്റെ അകത്തുള്ളൊരു ഗ്രേഡിയന്റ്, അതായത് മാക്സിമം ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ത്രൂ എ കമ്പ്യൂട്ടർ എസ്റ്റിമേറ്റഡ് ഇൻ ദി എഡ്ജ് ഓഫ് ലോക്കൽ ഓറിയന്റേഷൻ എന്ന് വെച്ചിരിക്കും. ഈ സീറോ ക്രോസിംഗ് ബേസ്ഡ് എഡ്ജ് മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് എഡ്ജസ് ആർ identified based on the zero crossing in a derivative expression received from the image. മറ്റേന്റെ മേത്ത് എഡ്ജ് സ്ട്രെങ്തിനെ ബേസ് ചെയ്താണെങ്കിൽ ഇവിടെ വരുന്നത് സീറോ ക്രോസിംഗ് ഇൻ എ ഡെറിവേറ്റീവ് എക്സ്പ്രഷൻ റിട്രീവ്ഡ് ഫ്രം ദ ഇമേജ്. മോസ്റ്റ് പോപ്പുലർ എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ലൈക്ക് കാനെ, റിവിറ്റ്, ഡെറിറ്റ് and robot cross use the same procedure. The local edges will be grouped to segment the image with a subsequent binarization. അപ്പൊ ഇവിടെ എന്തായിരിക്കുന്ന ലോക്കൽ എഡ്ജസ് will be grouped to a segment the image with a subsequent binarization. The detected edge should be overlap binary image of the object detection. Marr and Hilbert edge detector. The Laplican of a Gaussian. The Laplican is sometimes used on its own for edge detection because it's a sensitive noise. Laplican of Gaussian use a Gaussian filter. അപ്പൊ അത് ഓരോന്നും ഉപയോഗിക്കുന്ന എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഡിറ്റക്ടർ ആണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എഡ്ജ് ലോക്കലൈസേഷൻ ഈസ് ഡൺ ബൈ ഫൈൻഡിങ് സീറോ ക്രോസിങ്. പിന്നെ അതിനകത്തൊരു അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധാരണ അൽഗോരിതംസ് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, ഇതിന്റെ അകത്ത് നമ്മൾ എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് സിമിലർ ആയിട്ടുള്ള ഒരേ രീതിയിൽ നമുക്കറിയാം പിക്സൽസ്. അപ്പൊ ആ പിക്സൽസിന്റെ ഒരേ രീതിയിലുള്ള പിക്സൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് എടുക്കുകയാണ് സെഗ്മെന്റേഷൻ, എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു അൽഗോരിതംസ് ഇവിടെ ഞാൻ അടുത്ത് പറയുന്നത് വെച്ചാൽ റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ. അതായത് റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും ദിസ് അൽഗോരിതം ഐഡന്റിഫൈ ഗ്രൂപ്പ് ഓഫ് പിക്സൽ വിത്ത് സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഐദർ ഫ്രം എ സ്മോൾ സെഷൻ or from a bigger portion of input images seed point. അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു ഇമേജിനെ നമ്മൾ ഇതുണ്ടാവും, ഒരു ഇതിനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള സെഷൻ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ദിസ് അൽഗോരിതം ഐഡന്റിഫൈ ഗ്രൂപ്പ് ഓഫ് പിക്സൽ വിത്ത് എ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഐദർ ഫ്രം എ small section or from a bigger portion of input images seed point. Then the algorithm will add some pixels or
shrink based on specific characters of pixel with all other seed points. Thus, we can get a segmented image. It is further classified in the region growing and region splitting methods. അപ്പം ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആ ഇമേജിനെ നമ്മൾ ആദ്യം അതിനെ എന്ത് ചെയ്യുന്നു, 4 സ്ക്വയർ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അതിനെ എന്തെങ്കിലും ചെറിയ ചെറിയ പോർഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ സെഗ്മെന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു പോർഷനെ വീണ്ടും 4 ആയിട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അകത്ത് വീണ്ടും എടുത്ത് 4 ആയിട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഒരു ഹോൾ ഇതിന്റെ ഒരു ട്രീ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഫസ്റ്റ് അതിനെ നമ്മൾ 4 ക്വാഡ്രന്റായിട്ട് ഇരിക്കുന്നു. അതിനകത്ത് നമ്മൾ ഏത് ക്വാഡ്രന്റിനെയാണ് അടുത്തതായിട്ട് ഡിവൈഡ് ചെയ്തത്? സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിനെ നമ്മൾ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് 1, 2, 3യെ നമ്മൾ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മളിവിടെ അതിനെ സെഗ്മെന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു സെഗ്മെന്റേഷന്റെ ഇതിരിക്കുന്നത്. അതായത് റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷനും റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ. അത് രണ്ടും സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നിങ്ങൾ പറയണം. അതുപോലെ തന്നെ റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വെച്ചിട്ട് പറയണം. അതായത് റീജിയൻ ഗ്രോയിങ്. അടുത്തത്, ഇൻ ദിസ് മെത്തേഡ് ദ പിക്സൽസ് ആർ മേജ്ഡ് അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ സിമിലാരിറ്റി കണ്ടീഷൻസ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ഇത് വന്നിരിക്കുന്ന സിമിലാരിറ്റി വന്നിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ളതിനെയൊക്കെ നമ്മൾ ഒരു പാർട്ടിലേക്ക് പിക്സൽസിലേക്ക് മേർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ പിക്സൽസ് ആർ മേർജ്ഡ് അക്കോർഡിംഗ് ടു പർട്ടിക്കുലർ സിമിലാരിറ്റി കണ്ടീഷൻ wherein at first a small set of pixels are grouped together and merged. The phenomenon is continued iterately until all the pixels are ground and merged to one another. Basically, the algorithm picks up pixels randomly and find out matching neighboring pixels and add them and continue the same fill, finding out a dissimilar pixel. After that, it will find out another seed point and will continue. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ പറയുന്ന ഈ മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ളതിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കുക, അതിനെല്ലാം കൂടെ ഒരേ ഇതിലേക്ക് വരുത്തുക. അതായത് wherein at first small set of pixels are grouped together and merged. അതിനെ സ്മോൾ സെറ്റ് ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനെ മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കും. ഒരു ഇതിനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നതാണ്. ഒറിജിനൽ ഇമേജ് റീജിയൻ ഗ്രൂപ്പിംഗ് പ്രോസസിംഗ് വിത്ത് 2 ആസ് ദ സെക്കൻഡ് പിക്സൽ. അതിനെ 2നെ നമ്മൾ സെക്കൻഡ് പിക്സൽ ആക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയായിരിക്കും ഇമേജ് ഇൻറ്റു 2 റീജിയൻസ് ബേസ്ഡ് ഓൺ ദ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഒരു റീജിയൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റീജിയൻ സ്പ്ലിറ്റിംഗ് ആൻഡ് മെർജിങ്. ദിസ് അൽഗോരിതം ഫോക്കസ് ഓൺ സ്പ്ലിറ്റിംഗ് ആൻഡ് മെർജിങ് പോർഷൻസ് of the image. In splitting based on attributes and the image region based on similar attributes. അവിടെ ഇവിടുത്തെ വെച്ചിരിക്കുന്ന സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ദ മെർജ് റീജിയൻ ബേസ്ഡ് ഓൺ സിമിലർ ആട്രിബ്യൂട്ട്സ് while splitting the whole image with be considered. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു ഒരെണ്ണത്തിന്റെ ഒരു 4 while region growing will be concentrating specific points. This algorithm was also called as split merge algorithms. സ്പ്ലിറ്റ് മെർജ് ആൽഗോരിതം അവിടുത്തെ ഒരു ഇമേജിനെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അതിനെ ഒരു നോഡായിട്ട് നമ്മൾ ആദ്യം ഇതിനെ 4 ആയിട്ട് വയ്ക്കുന്നു. അത് നിങ്ങൾക്ക് ചെയ്യാൻ മേലെ അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണാതിരിക്കും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ഒരു ഇത് വന്നിരിക്കുന്നു, അതിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. അതിനെ രണ്ടാമത്തേനെ നമ്മൾ വീണ്ടും അതിന്റെ ഒരു സ്പ്ലിറ്റേഷൻ കാണിച്ചിരിക്കുകയാണ്. നോഡ് ബി ചിക്കഡ് ഇവിടെ എടുത്ത് വിളിക്കുന്നത് നോട്ട് ബീങ് ചെക്ക്ഡ് ഫോർ മെർജിങ്.
അപ്പം പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഷോ സ്പ്ലിറ്റിംഗ് ആൻഡ് മെർജിംഗ് അൽഗോരിതംസ്. അപ്പം ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ അനുസരിച്ച് നമ്മൾ ഇവിടെ അതിന്റെ ഒരു വാല്യൂസ് എഴുതിയിരിക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും നമ്മളൊരു 4 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെ വീണ്ടും ഏതൊക്കെ രീതിയിൽ അതിന് ഓരോ കളർ കോമ്പിനേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനും ഒരു അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ ഒരു ഇതിനെ ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനെ ഏത് രീതിയിലായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോർ എ സെഗ്മെന്റേഷൻസ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോർ എ സെഗ്മെന്റേഷൻസ്, സെഗ്മെന്റേഷൻ ഇല്ലാത്ത ന്യൂറൽ നെറ്റ്വർക്ക്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്ക് ഹാവ് ബിക്കം വെരി പോപ്പുലർ ഫോർ ഇമേജ് സെഗ്മെന്റേഷൻ ടാസ്ക്. നമുക്കറിയാം ന്യൂറൽ നെറ്റ്വർക്ക്, നമുക്കിപ്പോ ഒരു ബ്രെയിൻ്റെ അകത്താണെങ്കിൽ നമുക്കതിന് ഇഷ്ടംപടി ഇതുണ്ട്, ന്യൂറൽ ആയിട്ടുള്ള ന്യൂറോൺസുകളുണ്ട്, വളരെ വളരെ തിൻ ആയിട്ടുള്ള. അപ്പൊ ഓരോന്നിനും ചെറിയ ചെറിയ അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ ബിക്കം വെരി പോപ്പുലർ ഫോർ എ ഇമേജ് സെഗ്മെന്റേഷൻ ടാസ്ക്. They not only provide automation but also provide a robust specifically and sensitively to the developed segmentation task. Researchers have introduced and analyzed conventional neural network, generative adversarial network, deep belief network, and extreme learning machines to perform excellent image segmentation for a various applications, healthcare, traffic monitoring, satellite visualization, bakery, plant disease, etc. ഇതിപ്പോ ഓരോന്നിനും വേണ്ടി നമുക്ക് പല പറയുന്ന സെഗ്മെന്റേഷൻ ത്രൂ എ ന്യൂറൽ നെറ്റ്വർക്ക് എസ്പെഷ്യലി convenient done by generating features map into a remote form for an input image data. Then a region-based filter is further applied to generate the mark according to a one segmentation. Bounding bows play a very important role in an image segmentation. They can be generated through various techniques and concepts. A great example of neural network for an image segmentation based on image segmentation has been released by expert at Facebook AI. അപ്പൊ ഒരു ഇമേജ് സെഗ്മെന്റേഷൻ ഫേസ്ബുക്ക് എഐയില് നമുക്ക് അറിയാം റിസർച്ച് ഫെയർ കോൾ റിലേറ്റഡ്. ഇപ്പൊ നമ്മളിപ്പം ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ഡീപ്പായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നെറ്റ്വർക്ക്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കാര്യം അതൊരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇന്ന ഇതിലേക്ക് ഗൂഗിളിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. നമ്മളെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ രീതിയിൽ ന്യൂറൽ നെറ്റ്വർക്ക് ചെറിയ ചെറിയ നെറ്റ്വർക്ക് വെച്ച് അവിടെ കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇരിക്കുന്നത്. ഇനി ഇമേജ് സെഗ്മെന്റേഷൻ ടെക്നിക്സ്. അപ്പം ഇമേജ് സെഗ്മെന്റേഷൻ ടെക്നിക്സ് നമ്മൾ പഠിച്ചത് തന്നെ വീണ്ടും പറയുവാണ് ചെയ്യുന്നത്. ഇമേജ് സെഗ്മെന്റേഷൻ അപ്പം അതായത് നമ്മൾ എന്താ പറഞ്ഞത്, എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്താണെന്നാണ് പറഞ്ഞത്. എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ ആരെങ്കിലും ഒന്ന് പറയാമോ? എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ അത് തന്നെ വീണ്ടും ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്താണ്? എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞപ്പം മനസ്സിലായെന്നൊന്ന് പറയാമോ? സെഗ്മെന്റേഷനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതിനകത്ത് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷനും റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷനും രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് മനസ്സിലായെന്ന് ആരെങ്കിലും പറയാം? ഐശ്വര്യ പറയാവോ? ഏഞ്ചൽ എന്ന് പറയാവോ? എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ and what is the difference between edge based segmentation and region based segmentation? നമ്മളെ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് ഏഞ്ചൽ ആരും അറിയത്തില്ല. അപ്പൊ ഏഞ്ചൽ പറഞ്ഞുള്ള കാര്യം, ഏഞ്ചലിന് എന്താന്ന് മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. ഏഞ്ചൽ ക്ലാസ്സിലേ ഇല്ലേ? ഹസ്ബിയ, ശ്രുതിക്ക് പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. എപ്പോഴും ശ്രുതിയുടെ പ്രശ്നം ഇതാണ്.
ഹസ്ബിയ, ഹസ്ബി. പറഞ്ഞത് സംഭവമാണ്, ശരിയാണ്. എന്നാലും ഒരു ഇതായിട്ട് പറയോ? പറഞ്ഞോളൂ. എന്നാലും മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് പറയാൻ പറ്റായിരുന്നോ? സൗണ്ട് ഞങ്ങളോട് ഒന്ന് കേട്ടോട്ടെ. മ്യൂട്ട് അങ്ങ് മാറ്റി ഏഞ്ചലേ. Edge based segmentation on edge based method is commonly used technique to detect boundaries and discontinuity. With this technique, എന്നാ പറ്റി ഏഞ്ചലെ എന്തെങ്കിലും? ഓക്കെ, എന്തെങ്കിലും ഓണാക്കാൻ പറ്റത്തില്ലാത്ത എന്തെങ്കിലും സാഹചര്യമാണ്, നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഏഞ്ചൽ, എന്തെങ്കിലും വീട്ടിൽ ഓൺ ചെയ്യാൻ പറ്റത്തില്ലാത്തോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. നമ്മൾ ഇപ്പം ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ള കാര്യം. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ്, ഇപ്പം മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ലേ എന്നുള്ള സാഹചര്യം എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന പോലെ ഇന്ന സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഓണാക്കാൻ പറ്റത്തില്ല. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ചില കുട്ടികളൊക്കെ ട്രെയിനിലൊക്കെ ആയിരുന്നു യാത്ര ചെയ്തുകൊണ്ടായിരിക്കും അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അവര് ട്രാവൽ ചെയ്യാണ്. പിന്നെ ചില കുട്ടികളാണെങ്കിൽ ഓഫീസിൽ ഈവനിങ് ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യം പറയുമ്പോൾ അവര് ചിലപ്പം ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ട് ഓണാക്കി വെച്ച് ഇരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു എഡ്ജ് ബേസ്ഡ്, ഞാനിത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലൊന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ എഡ്ജ് ബേസ്ഡ്, അതായത് വളരെ ഇമ്പോർട്ടന്റ്, ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ ആൻഡ് റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എഡ്ജ് ബേസ്ഡ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ടെക്നിക് ടു ഡിറ്റക്ട് ബൗണ്ടറീസ് ആൻഡ് discontinuity in an image. With this technique, detected edges are assumed to represent object boundaries and used to identify object. The assumption here that every part of the object is sufficiently uniform such that they can be separated on the basis of discontinuity alone. In region-based segmentation, edge-based technique find the object boundaries and locate the objects. ബൗണ്ടറീസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യുന്ന. വേറെസ് ദ റീജിയൻ ബേസ്ഡ് ലുക്ക് ഫോർ ദ യൂണിഫോമിറ്റി വിത്ത് ദ സബ് റീജിയൻ ബേസ്ഡ് ഓൺ ദ സൂട്ടബിൾ പ്രോപ്പർട്ടീസ് ലൈക്ക്, അതായത് നമ്മൾ അതിനെ സബ് ആയിട്ടുള്ള റീജിയൻസ് ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്, ഇന്റൻസിറ്റി വരാം, കളർ വരാൻ ടെസ്റ്റ് ചെയ്യാം. റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ സ്റ്റാർട്ട് ഇൻ ദ മിഡിൽ ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ദെൻ ഗ്രോസ് ഔട്ട്വേർഡ്സ് ടിൽ ഇറ്റ് മീറ്റ് ദ ഒബ്ജക്ട് ബൗണ്ടറീസ്. വീണ്ടും എഡ്ജ് ഡിറ്റക്ഷൻ, എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷൻ ഞാനത് പറയുന്നില്ല, കാരണം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾ ആദ്യത്തെ അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞാൽ മതിയായിരിക്കും. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളിവിടെ പറഞ്ഞു എഡ്ജ് ബേസ്ഡ് ഡിറ്റക്ഷൻ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സം ഇമേജ് എങ്ങനെയായിരിക്കും ഉള്ളതെന്ന് അതിന്റെ ഇതും അതിനെ എങ്ങനെയായിരിക്കും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വെച്ച് പറയണം. അപ്പൊ അതിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണ്. ഫസ്റ്റ് ആൻഡ് edge detection is the most common approach used in an algorithm. A typical edge may be the border between a block of red color and a block of yellow. Edge can also be boundary between two regions with a relatively distant gray level properties.
computation of local derivative operator can enhance the edges. Figure 20 shows the response of first and second derivative to light strip on the dark background. ഇവിടുത്തെ നോക്കിയാൽ മതി. ഫിഗർ 20 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 20 ഷോസ് ദ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പം ഇതാണ് ഫിഗർ 20 വരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. shows the response of first and second derivative to light strip on the dark background. Dark background like light strips variyana and dark strips on a light background. ആദ്യത്തേനകത്ത് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് സ്ട്രിപ്പ് ഓൺ എ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. The response of first and second derivative to light strips on dark background and അടുത്ത കേസിൽ വെക്കുന്ന dark strips on a light background. Edge is the smooth change in gray levels. First derivative is positive at the leading edge of the transition and negative at the trailing edge of transitions. It is zero in areas of constant gray level. അപ്പൊ ഇവിടുത്തെ കേസ് നമ്മൾ പറഞ്ഞു, ഒന്ന് ലൈറ്റ് സ്ട്രിപ്സ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഡാർക്ക് സ്ട്രിപ്പ് ഓൺ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും ചെയ്യുമ്പോഴത്തേനും എഡ്ജസ് സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യും ഗ്രേ ലെവൽ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് പോസിറ്റീവ് അറ്റ് ദ ലീഡിങ് എഡ്ജ് ഓഫ് ദ ട്രാൻസിഷൻ. അപ്പൊ ആ ഒരു ഇതിനകത്ത് പറയുമ്പോൾ ഫസ്റ്റ് സ്ട്രിപ്പ് അതിന്റെ ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേതിന്റെ അകത്ത് നെഗറ്റീവ് വയ്ക്കുന്നത്. ഇറ്റ് ഈസ് സീറോ ഇൻ ഏരിയാസ് കോൺസ. ദ റെസ്പോൺസ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ ഡാർക്ക് സൈഡ് ആൻഡ് നെഗറ്റീവ് ഫോർ എ ലൈറ്റ് സൈഡ്. അപ്പം ഇതിന്റെ ഒരു കേസിൽ നമുക്ക് അതിന്റെ ഒരു ഇങ്ങനെ ലൈറ്റ് സ്ട്രിപ്സ് പോകുമ്പോൾ അതിന്റെ ഒരു വേരിയേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈറ്റിന്റെ ചേഞ്ച് പോകുമ്പോഴുണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും. ഓരോ ഇതിനകത്തും ഒറിജിനൽ ഇമേജ് റിസൾട്ട് ഓരോന്നിന്റെയും പറയാം, അത് ഇവിടെ വരുന്നുണ്ട്. ദ റെസ്പോൺസ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ എ ഡാർക്ക് സൈഡ്, നെഗറ്റീവ് ഫോർ എ ലൈറ്റ് സൈഡ് ആൻഡ് സീറോ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻ എഡ്ജ്. നമ്മൾ പറഞ്ഞു എഡ്ജ് ബേസിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ആൻ എഡ്ജ്. സൈൻ ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ദ എഡ്ജ് പിക്സൽ ലൈറ്റ്സ് ഓൺ എ ഡാർക്ക് side on or on a light side of an edge. Zero crossing as at the midpoint of a transition in a gray level. Either zero crossing എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മിഡ് പോയിന്റ് ആയിരിക്കും. ഇവിടെ നോക്കിയാൽ അതിരിക്കും ചിലതിൻ്റെ അകത്ത് ലൈറ്റ് ഇത് വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡില്, മറ്റേതിനകത്ത് ഡാർക്ക് ഷെയ്ഡില് ലൈറ്റ് ഇതും വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ ഇവിടെ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. Okay, edge detection is a non-trivial term. Okay, edge detection is known as simple as it look in earlier session. In practice, edges are corrected by noising and blurring. അപ്പം നോയിസും ഇതൊക്കെ ഉണ്ടെങ്കിൽ എഡ്ജസിന് ഒരു ഇത് വരാം. ദിസ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് എഡ്ജ് ഡിറ്റക്ഷൻ ഓൺ എ one-dimensional array. Looking at figure 21, we can neatly say that there is an edge between fourth and fifth pixel. But if the intensity difference between fourth and fifth pixel is similar because of noise. അപ്പൊ ഇതിനകത്ത് നമ്മൾ പല ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ അനുസരിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന the original image result from -45 mask. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ലൈറ്റസ് പാസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് വരുന്നതിന്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഹൊറിസോണ്ടൽ ലൈൻ എങ്ങനെയായിരിക്കും, ലൈൻ എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് അറിയാം. ആൻഡ് if intensity difference between fifth and sixth pixels in higher in figure 21b. അപ്പം ഇതിനകത്ത് താഴെ വന്നിരിക്കുന്ന 21b അകത്ത് നമുക്കറിയാം ഇതിനകത്ത് കണ്ടോ ഓരോ പൊസിഷൻ അനുസരിച്ച് അതിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ പറഞ്ഞിരിക്കുന്ന. If the intensity difference between fifth and sixth pixels in higher as in figure 21b, it would be easy to identify the location of the edge precisely. As the edges are corrected by noise,
we observe multiple edges instead of a single edges. അപ്പൊ ഇവിടെ എക്സാമ്പിൾസ് ഓഫ് എഡ്ജ് ഡിറ്റക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വരയ്ക്കുന്ന ഫിഫ്ത്ത് ഡിറ്റക്ഷനിൽ അതിന്റെ അകത്തെ ഒരു പൊസിഷനിൽ അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഡാർക്ക് ആണോ ലൈറ്റ് ആണോ 150. അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. First and the second derivative, light strips on a dark background and a dark strip on a light background. ഇതിനകത്ത് എഡ്ജ് ഡിറ്റക്ഷൻ ആണ്. എഡ്ജിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കണ്ടിരിക്കുന്നത്. ഈ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ, there are many edge detection methods. പലതരത്തിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നിനാണ് broadly we can classify them in 2 categories. First order gradient based search method and Laplacian based zero crossing method. രണ്ട് രീതിയിലുള്ള എഡ്ജ് ബേസ്ഡ് മെത്തേഡ്സ്, ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഗ്രേഡിയന്റ് ബേസ്ഡ് സെർച്ച് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ലാപ്ലിക്കൻ ബേസ്ഡ് സീറോ ക്രോസിംഗ് മെത്തേഡ്. The first order derivative method search method detect edges by computing the gradient magnitude and then searching for a local direction maxima of the gradient magnitude. അപ്പൊ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ആ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്, ആ ഒരു ഡെഫിനേഷൻ തന്നെ. സീറോ ക്രോസിംഗ് ബേസ്ഡ് മെത്തേഡ് സെർച്ച് ഫോർ ദ സീറോ ക്രോസിംഗ് ഇൻ ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കമ്പ്യൂട്ടഡ് ഫ്രം ദ ഇമേജ് ടു ഫൈൻഡ് ദ ഇമേജസ്. Gradient is the first order derivative and is defined as the image f of xy as. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നും എന്നാന്നും പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇനി പ്രിവറ്റ് ഓപ്പറേറ്റർ, ഇറ്റ് യൂസ് എ 3 size mask that appropriate first derivative. Thus s direction mask and y direction mask is shown in figure 22. അപ്പം അതിന്റെ എസ് ഡയറക്ഷൻ ആണെങ്കിലും അതിന്റെ വൈ ഡയറക്ഷൻ മാസ്ക് ആണെങ്കിലും അതിന്റെ ഫിഗർ 22 അതിന്റെ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇവിടെ അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദ കൺവെൻഷണൽ റിസൾട്ട് ഇൻ എ ഗ്രേറ്റസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റിംഗ് ഗ്രേഡിയന്റ് ഡയറക്ഷൻ. There is also called a compass operators because of the ability to determine the gradient detections. അപ്പൊ അവിടെ നമുക്കറിയാം, നമുക്കൊരു ബൈനറി ലെവൽ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഉള്ളതിനെ അനുസരിച്ച് നമുക്ക് പ്ലസ് വാല്യൂസും നമ്മൾ അതിന്റെ ആ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നതാണ് ചെയ്യുന്നത്. ഇനി സോബൽ ഓപ്പറേറ്റർ സിമിലർ ടോപ്പ് റൈറ്റ്, but it is used a weight of 2 in the center coefficient given to a little more prominence. Sobel X and Y direction mask അതിന്റെയും equations ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Sobel operator has the advantage of providing both a derivating and a smoothing effect. അപ്പം ഇതൊക്കെ നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ സോബൽ ഓപ്പറേറ്റർ അങ്ങനത്തെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ട എഡ്ജ് ബേസ്ഡ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് എന്താണ്, റീജിയൻ ബേസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇങ്ങനെ സോബൽ ഇങ്ങനത്തെയുള്ള ഇതിലേക്കൊന്നും അത്ര ഡീപ്പായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. Sobel operator has the advantages providing both a derivating and a smoothing effect. The smoothing effect has a noise suppression characteristics. Either smoothing effect has a noise suppression characteristic. Diagonal edges can be detected by pivot and Sobel mask by rotating the earlier mask by 45-degree counterwise clockwise. We have 24 figures to show two mask. മാസ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബൈനറി വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന പ്രിവറ്റ് ആൻഡ് സോബൽ മാസ്കുകളുടെ ഡയഗണൽ എഡ്ജ് ഡിറ്റക്ഷൻസ്. അപ്പം അതിന്റെ അകത്ത് ഓരോ വാല്യൂസും ആണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ പോലെ തന്നിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലാപ്ലിക്കന്റ്, അതിന്റെ ഒരു അടുത്തെന്ന് പറഞ്ഞാൽ ലാപ്ലിക്കന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഈസ് ഡിഫൈൻഡ് ഫോർ എ 2D ഫങ്ഷൻസ്. അപ്പം ഈ ലാപ്ലിക്കന്റ് ഓപ്പറേറ്റർ ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ പഠിച്ചിരിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ലാപ്ലിക്കന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 2D ഫംഗ്ഷനിൽ എങ്ങനെയായിരിക്കും ഡിഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാം. The center coefficients of these operators are positive and the outer coefficients are negative. ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്ന കോയിഫിഷ്യൻസ് എല്ലാം പോസിറ്റീവും അതിന്റെ ഔട്ടർ കോയിഫിഷ്യൻസ് ആർ നെഗറ്റീവ്. സം ഓഫ് all the coefficients is 0. Laplacians is hardly used in practice for the edge detection because it is very sensitive to noise. ഇത് വളരെ എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് വളരെ
എന്നാ പറയുന്ന സെൻസിറ്റീവ് നോയിസ് ആൻഡ് പ്രൊഡ്യൂസ് ഡബിൾ എഡ്ജസ്. ഇതിന് വില വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡബിൾ എഡ്ജസ് ആയിരിക്കും. എഡ്ജ് ഡിറ്റക്ഷൻ ഈസ് നോട്ട് ഡിറ്റക്റ്റഡ് ബൈ ദ ആപ്ലിക്കന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ എഡ്ജ് യൂസിങ് സീറോ ക്രോസിംഗ് ഡിറ്റക്ഷൻസ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതുള്ളത് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ എഡ്ജ്. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് കേസിൽ നോക്കിയാൽ മതി. ലാപ്ലിക്കൻ മാസ്ക് എന്നുള്ള ഇതിന്റെ അകത്ത് ലാപ്ലിക്കൻ ഈസ് യൂസ്ഡ് ഫോർ ദ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് എഡ്ജ് യൂസിങ് സീറോ ക്രോസിംഗ് ഡിറ്റക്ഷൻസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ എഡ്ജ് ബേസിനകത്താണ് നിങ്ങൾ കണ്ടോ, ഇവിടുത്തെ ഒരു പിക്ചർ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് ഓരോ ഓപ്പറേറ്ററും ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓരോന്നും പ്രിവറ്റ് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് നോക്കിയാൽ മതി, ഒറിജിനൽ ഇമേജ് ബി ഔട്ട് ഓഫ് പ്രിവറ്റ് ഓപ്പറേറ്റർ. ഒരു ഒറിജിനൽ ഇമേജ് കൊണ്ട് അത് ഉപയോഗിച്ച് പ്രിവറ്റ് ഓപ്പറേറ്റർ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ റോബർട്ട് ഫിൽറ്റർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂസ്, ലാപ്ലിക്കൻ ഫിൽറ്റർ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് ഔട്ട്പുട്ട് ഓഫ് കാനൈൻ ഫിൽറ്റർ, ഔട്ട്പുട്ട് ഓഫ് സോബൽ ഫിൽറ്റർ. ഇപ്പം ആ ഒരു ഇക്വേഷൻസും വെച്ചിട്ട് നിങ്ങൾ ഇത് കാണിച്ചു കൊടുക്കാം. ഇനി അടുത്തത് ലൈൻ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ്. ലൈൻ ഡിറ്റക്ഷൻ algorithms follows the definition of lines in mathematics. It will select edge point and detect all lines lying on these edge points. Fundamentally, line detection algorithms are based on how transformation HD and a conclusion. Any line can be represented by the equations. അപ്പൊ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ലൈൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു റെപ്രസെന്റ് എ വെർട്ടിക്കൽ ലൈൻ യൂസിങ് ഇക്വേഷൻ. സോ HT we use an angle and the distance from origin will be used for representing line. അപ്പൊ അതിന് R and theta represent the distance of line from the origin and its angle. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈൻ ഡിറ്റക്ഷൻ അൽഗോരിതം ഫോളോ ദ definition of lines in mathematics. It will select enna with angel it will select edge points and detect all lines lying on these edge. അപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും, ഇവിടെ ഒരു എക്സും വൈയും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലൈൻ ബേസ്ഡ് ആയിരിക്കും. അപ്പൊ ഒരു ലൈൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പോയിന്റ് ഇപ്പൊ ഉണ്ട് മാപ്പിംഗ് ചെയ്ത് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇതിന്റെ അകത്ത് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ്. അപ്പൊ അവിടെ ആണെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പോയിന്റ് വരുന്ന റെപ്രസെന്റേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇൻ ഹൗ. അപ്പൊ ഇവിടുത്തെയും ഒരു കേസിൽ ഹൗ ട്രാൻസ്ഫർമേഷൻ ദ മെയിൻ കൺസ്ട്രെയിന്റ് ഓഫ് എനി ഇമേജ് പ്രോസസിംഗ് അൽഗോരിതം ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ. ഇവിടെ ഹൗ ട്രാൻസ്ഫർമേഷൻ ആണ് പറയുന്ന മെയിൻ കൺസ്ട്രെയിൻസ് ഓഫ് എനി ഇമേജ് പ്രോസസിംഗ് അൽഗോരിതം ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ. അപ്പൊ അതിനകത്തുള്ള എമൗണ്ട് ഓഫ് ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്യും. വി നീഡ് ടു റെഡ്യൂസ് ഡേറ്റ ഫോർ പ്രിസർവിംഗ് the related information of object. Edge detection can do this work efficiently. The output of edge detection cannot identify lines. Edge detector cannot lines ഒന്നും ഐഡന്റിഫൈ ചെയ്യില്ല. HT was initially developed for a line detection and later defined for a shape detection too also. അപ്പം നമുക്കറിയാം എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഒന്നും ഡിറ്റക്ട് ചെയ്യില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. HT was initially developed for a line detection and ഇച്ചിരി ലേറ്റർ ആയിട്ട് അതിനെ വീണ്ടും ഷേപ്പ് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. When we represent line in the form of y equal to ax plus b, there is one problem. In this form, the algorithm won't be able to detect vertical lines because the slope is undefined infinity and the vertical lines. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഹൗ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് മാത്രം എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിനകത്തൊരു the house space thus has the two parameters theta and
by and a line represented by a single point defined by the values of two coordinates. അപ്പം നമ്മൾ അതിന്റെ അകത്തോട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളിത് ചെയ്തെടുക്കുകയാണ്. റെപ്രസെന്റേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ ഇൻ എ ഹൗ, സ്ട്രേറ്റ് ലൈൻ ഇൻ ദ ഹൗ. അപ്പൊ നമ്മളിവിടെ ഒരു ഒറിജിനൽ ഇമേജ് കാണാം. ആ ഇമേജിനെ നമ്മൾ ഇങ്ങോട്ട് എഡ്ജ് മെത്തേഡ് ഇമേജ് വരുമ്പോഴത്തേനും കണ്ട ഒറിജിനൽ ഇമേജിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അതിനെ ഡാർക്ക് ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഇന്റർസെക്ഷൻ ഓഫ് സ്പോട്ട് ഹൗ സ്പേസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Mapping all the edge points from an edge image into the whole space will generate a number of cosine squares. അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇതങ്ങനെ ഞാൻ ഇന്നുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ചോദിക്കുന്നതാണ് റീജിയൻ ഡിറ്റക്ഷൻ. റീജിയൻ ഡിറ്റക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ ഇമേജ് പ്രോസസിംഗ് ടൂൾ ഫോർ സെമാന്റിക്കലി സിഗ്നിഫിക്കന്റ് സ്പാഷ്യൽ ഇൻഫർമേഷൻ ഇൻ ആൻ ഇമേജ്. Matching establish similarity between visual entities which is crucial for recognition. അതായത് ഇവിടുത്തെ പറയുന്ന മാച്ചിങ് എസ്റ്റാബ്ലിഷ് സിമിലാരിറ്റി ബിറ്റ്വീൻ വിഷ്വൽ എൻറ്റിറ്റീസ്. ഇവിടുത്തെ വെച്ചാൽ വിഷ്വൽ എൻറ്റിറ്റീസ്, അതായത് റീജിയൻ ഡിറ്റക്ഷൻ ആണ്. റീജിയൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഇമ്പോർട്ടന്റ് ആസ് വെൻ ഇമേജ് പ്രോസസിങ്. അതായത് റീജിയൻ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുണ്ട് ഒരു ഇമേജ് പ്രോസസ്സിംഗില്. എന്തായിരിക്കും എന്നതാണ് ടൂൾ ഫോർ സെമാന്റിക്കലി സിഗ്നിഫിക്കന്റ് സ്പാഷ്യൽ ഇൻഫർമേഷൻ മാച്ചിങ് എസ്റ്റാബ്ലിഷ് സിമിലാരിറ്റി ബിറ്റ്വീൻ വിഷ്വൽ entity which is a crucial for a recognition. ഇത് ഇവിടുത്തേതിനകത്ത് റീജിയൻ ഡിറ്റക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്നത് എന്തായിരിക്കുന്നത് അതിനകത്ത് മാച്ചിങ് എസ്റ്റാബ്ലിഷിംഗ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വിഷ്വൽ എൻറ്റിറ്റീസ്. അതാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. മാച്ചിങ് എസ്റ്റാബ്ലിഷിംഗ് സിമിലാരിറ്റി ബിറ്റ്വീൻ വിഷ്വൽ എൻറ്റിറ്റീസ് വിച്ച് ഈസ് എ ക്രൂഷ്യൽ ഓഫ് റെക്കഗ്നൈസേഷൻ. In a picture, a region is a collection of connected pixels. അവിടെ എന്ന് പറഞ്ഞാൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് കണക്റ്റഡ് പിക്സൽ വിത്ത് കമ്പയറബിൾ ഫീച്ചേഴ്സ്. ബിക്കോസ് they may be correlated to item in a scene. Regions are significant for a picture in it. There are multiple objects in an image which have a multiple regions correspond to a various portions. Therefore, it is necessary to partition an image into several regions that correspond to object on a part of things in order to interpret it accurately. അപ്പൊ നമ്മൾ ആ റീജിയൻ ബേസ്ഡ് ഇത് പഠിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഒരു ഇതിനെയാണെങ്കിൽ നമ്മൾ നാലായിട്ട് ഇത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനെ വീണ്ടും നമ്മളിങ്ങനെ ഓരോരോ സെപ്പറേറ്റ് പാർട്ടാക്കി നമ്മൾ ഇതാക്കി ചെയ്യാണ്. അപ്പൊ ഇൻ ജനറൽ പിക്സൽസ് ഇൻ എ റീജിയൻ വിൽ ഹാവ് സിമിലർ ഫീച്ചേഴ്സ്. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ റീജിയനെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എല്ലാം കൂടെ ഒരു റീജിയൻ ആക്കി മാറ്റുന്ന സംഭവമാണ് ഇവിടെ വരിക്കുന്നത്. പിക്സൽ ബിലോങ്ങിങ് ടു എ specific object can be identified by testing the following conditions. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. The mean of the gray value of the pixels of an image and mean of the gray values of pixels are specific object in the image will be different. The standard deviation of the gray values of pixels belonging to a specific object in the image will lie within a specific range. The texture of the pixels of an image in the image will have a unique property. അപ്പം ഈ മൂന്ന് കണ്ടീഷൻസ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിക്സൽ ബിലോങ്ങിങ് ടു എ സ്പെസിഫിക് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത്. ദ മീൻ ഓഫ് ദ ഗ്രേ വാല്യൂ ഓഫ് ദ പിക്സൽസ് ഓഫ് ആൻ ഇമേജ്. നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു തേർഡ് ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു ക്ലാസ് കൂടി ഉണ്ട്. അപ്പൊ അത് പിന്നീട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി അത് ആദ്യത്തെ ഫസ്റ്റ് 5 ചാപ്റ്റർ നമ്മൾ ഓടിച്ചു വിട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഒരു 75% ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 5 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പാസ് ആവാനുള്ള മാർക്ക് എന്നാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ളതാണ്. ദ മീൻ ഓഫ് ദ ഗ്രേ വാല്യൂസ് ഓഫ് ദ പിക്സൽസ് ഓഫ് ആൻ ഇമേജ് ആൻഡ് ദ മീൻ ഓഫ് ദ ഗ്രേ വാല്യൂസ് ഓഫ് ദ പിക്സൽസ് ഓഫ് എ സ്പെസിഫിക് ഇമേജ് in the image will be different. The standard deviation of the gray values of pixel belonging to a specific object in the image will lie in the specific range. The texture of the pixels of an image of an object in the image will have a unique property.
But the connection between regions and object is not perfect due to segmentation error. Therefore, we need to apply object-specific knowledge in a later stage for an image interpretation. അപ്പം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷനും പിന്നെ എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. റീജിയൻ ബേസ്ഡ് മെത്തേഡ്സും എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷനും ഇവിടെ കണ്ടോ, വീണ്ടും പറയാണ് റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്താണ്, ബൗണ്ടറി എസ്റ്റിമേഷൻ. അപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ബൗണ്ടറീസ് ആണ്, ബൗണ്ടറീസിലെ മെയിൻ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. നമുക്ക് അതിന്റെ ബൗണ്ടറീസിനെ ലൊക്കേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ, all pixels of the image belonging to the same area are grouped and labeled together. ഇപ്പൊ നമ്മളിത് പറഞ്ഞ് കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു അതിനെ എല്ലാത്തിനെയും കൂടെ സെയിം ആയിട്ടുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നു. Here pixels are assigned to areas based on the unique characteristic which is different from other parts of the image. Value similarity and spatial എന്ത് പറ്റിയ ശ്രുതി ഇങ്ങനെ ക്ലോസ് ആവുന്നു? നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണോ? പോവുക വരിക എന്ന രീതിയിൽ നിൽക്കുന്നു. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണോ? റേഞ്ച് ഇല്ലേ ഒട്ടും? ഇങ്ങനെ പൊയ്ക്കൊണ്ട് വന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എല്ലാവർക്കും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂസ്. എനിക്ക് ഇപ്പൊ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് എനിക്ക് കുറച്ച് സമയമായിട്ട് നിൽക്കുന്നു. നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സെഗ്മെന്റ് ആക്കുന്നു. അപ്പൊ അതിനകത്ത് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ നമ്മൾ ഒരു ഏരിയ ആയിട്ട് ഡിഫറെന്റ് ചെയ്യുന്നു. ഇനി ബൗണ്ടറി എസ്റ്റിമേഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കിതാ ഇൻ ദിസ് മെത്തേഡ് സെഗ്മെന്റേഷൻ ഈസ് done by finding pixels called edges lying on a region boundary. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ ബൗണ്ടറി ചെക്ക് ചെയ്യുന്നതാണ്. The difference between neighboring pixels can be used to determine the region binary, and the regions are either side of the boundary may be different grade levels. അപ്പൊ നമുക്ക് അതിന്റെ a large number of edge detectors rely on an intensity characteristic to detect edges instead of using derived properties such as structure and motions. അപ്പം ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്തത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതിക്ക് ഡിഫറെന്റ് ഫ്രം എഡ്ജ് ഡിറ്റക്ഷൻ വികത്ത് ഉണ്ടാവും. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അതിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ. ഞാൻ മുന്നേ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ഒരു പെൻസിൽ ഡ്രോയിങ് പോലെ വരയ്ക്കുന്ന സംഭവമാണ് നമുക്ക് അതിന്റെ എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു കേസിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇൻ ദ പ്രീവിയസ് സെഷൻ ഒബ്ജക്ട് ബൗണ്ടറീസ് ആർ ഡിറ്റക്റ്റഡ് ടു ലൊക്കേറ്റ് ആൻ ഒബ്ജക്ട്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ മെത്തേഡ്സ് വെച്ച് നമുക്കിപ്പോ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് അതിൻ്റെ അകത്ത് വളരെ ടഫ് ആയിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഇതിനെ ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്തെടുക്കാം. ഇന്ന് അതിന്റെ ഒരു ബൗണ്ടറീസ് ഒക്കെ വരച്ച് നമുക്ക് അതിന്റെ ഒരു ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇൻ ദിസ് സെഷൻ ഒബ്ജക്ട് വിൽ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ദ ഒബ്ജക്ട്. ഇൻ തിയറി ലൊക്കേറ്റിംഗ് ആൻ ഒബ്ജക്ട് ബൈ ലൊക്കേറ്റിംഗ് ഐദർ ദി ബൗണ്ടറി or region should result in the same object as boundary, and the regions are just different representation of the same object. But in present, edge-based segmentation approach may give totally different result. അപ്പം imperfect methods can be reason which causes that the result of object detection using boundary-based approach to different from region-based approach. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ ഏതാണ്ട് പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റീജിയൻ ബേസ്ഡ് മെത്തേഡ് റിലേ ഓൺ ദ അസംപ്ഷൻ ദാറ്റ് നെയ്ബറിംഗ് പിക്സൽസ് വിത്ത് വൺ region have a similar values. The common approaches is compare a pixel within neighbors. A pixel belonging to the same cluster if the pixel and the neighbors satisfy the same similarity criterion. Region-based segmentation methods are simply two basic steps. അതിനകത്ത് രണ്ട് basic steps ആണ്. Region-based merging splitting. അത് നമ്മൾ കണ്ടാണ് നമ്മൾ അതിനെ മെർജ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം ഇമേജ് സെഗ്മെന്റേഷൻ യൂസിങ് മെർജിംഗ് ഹാസ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. obtain the initial segmentation of the image, merge two adjacent segments to form a
single segment if they are similar in same way. Repeat the step 2 until no segment to be merged remains. ഒന്നും തമ്മിൽ merge ആവുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് obtaining an initial segmentation of an image, split each segment has in a homogeneous in sum. അതായത് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ഹോമോജീനിയസ് ആയിട്ടുള്ള. അപ്പൊ അതിനകത്ത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സിമിലർ ആയിട്ടുള്ള ഇരിക്കുകയാണ്. Our initial segmentation may be entire image. The criterion for any homogeneity of the segment may be variance of gray levels or the difference in the tester, etc. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി സ്റ്റാർട്ടിഫൈ ഗ്രോയിങ് എ റീജിയൻ. അപ്പൊ ഒരു റീജിയന് ഗ്രോയിങ് പ്രോസസ് ആഫ്റ്റർ എ ഫ്യൂ ഐട്രേഷൻസ്. അപ്പം ഇവിടുത്തെ ഒരു കേസില് നമ്മളിതിനെ ഇവിടുത്തെ ഒരു മെർജ് ചെയ്യുന്നു, അതിനകത്തോട്ട് ഗ്രോ ചെയ്യുന്നു, അതിന്റെ അത്ര പാത്രമാണ്. റീജിയൻ ഗ്രോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് മെർജിങ് അഡ്ജസന്റ് പിക്സൽ സെഗ്മെന്റ് ഇൻടു എ വൺ സെഗ്മെന്റ്. അഡ്ജസന്റ് ആയിട്ടുള്ളതിനെ കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ഒരു സിഗ്നൽ. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് വെരി പോപ്പുലർ മെത്തേഡ് ഓഫ് സെഗ്മെന്റേഷൻ. അതായത് തൊട്ടടുത്തുള്ളതിനെ കൂടെ നമ്മുടെ ഇതിലേക്ക് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സെഗ്മെന്റേഷൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മെനി ആപ്ലിക്കേഷൻ. ഇറ്റ് നീഡ്സ് എ സെറ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് പിക്സൽസ് ഈസ് കോൾഡ്. ആ സ്റ്റാർട്ടിംഗ് പിക്സൽസിന് സീഡ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളറിയാം, നമ്മൾ കുഞ്ഞു കുഞ്ഞു സീഡ് ഇടുന്നു, അത് കുറച്ച് കഴിയുമ്പോഴത്തെ ഗ്രോ ചെയ്യുമ്പോഴത്തേന് അത് വളരുന്ന സമയത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ തൊട്ടടുത്തതിനുള്ളതിനെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കുന്ന. ദ പ്രോസസ് ഓഫ് കൺസിസ്റ്റിംഗ് പിക്കിംഗ് എ സീഡ് from the set and examining all 4 or 8 connected neighbors of this seed. അപ്പൊ ഇവിടെ നമ്മളൊരു 4 or 8 നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് സീഡ്സിനെ കണക്ട് ചെയ്യുക. ഓരോന്നിനും ഓരോ സീഡ്സ് എന്നാണ് പറയുന്നത്. സീഡ് ആൻഡ് മെർജിങ് സിമിലർ നെയ്ബേഴ്സ് ടു ദ സീഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം അതിനെ സിമിലർ ആയിട്ടുള്ളതിനെ മെർജ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നതാണ് സെക്കൻഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്. The seed point is modified based on the merging neighbors. തൊട്ടടുത്തുള്ളതുമായിട്ട് മെർജ് ചെയ്തിട്ട് വരുന്നതാണ്. The algorithms continues until the seed set is empty. ഈ region growing algorithm അപ്പൊ അതിന്റെ ഒരു എങ്ങനെയായിരിക്കും ഇതിന്റെ ഗ്രോ, നമ്മളിപ്പം തൊട്ടടുത്തതുമായിട്ട് മെർജ് ചെയ്ത് എങ്ങനെയായിരിക്കും റീജിയൻ ഗ്രോയിങ് അൽഗോരിതംസ് എന്നാണ്. ഫോർ എ സിംഗിൾ സീഡ് പോയിന്റ് ആൻഡ് സെയിം ഗ്രേ ലെവൽ വാല്യൂസ് ഇൻ സിമിലാരിറ്റി മെഷേഴ്സ്. അവിടെ നോക്കിയാൽ മതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഫോർ എ സിംഗിൾ സീഡ് പോയിന്റ് ആൻഡ് സെയിം ഗ്രേ ലെവൽ വാല്യൂസ് ആസ് similarity measure to merge the pixel as one as the algorithm used to data such an entity stack to keep a track of seeds point. Two operation push and pop. നമ്മൾ സ്റ്റാക്ക് എന്നുള്ളതിനകത്ത് നമ്മൾ പറഞ്ഞു പുഷും പോപ്പും. പുഷ് എന്ന് പറഞ്ഞാൽ put the pixel to a coordinates on top of the stack. Pop take a pixel from the top of the stack. Input to the algorithm in the major. Initial seed has the coordination of x and y and the gray level values of g at x, y. അതായത് നമ്മൾ പുഷും പോപ്പും എന്നുള്ള ഒരു കേസിൽ നമ്മൾ സ്റ്റാക്കിന്റെ ആണെങ്കിൽ മുകളിലേക്ക് നമ്മൾ വയ്ക്കുന്നതിന് പുഷ് എന്നോ, അതിന്റെ ഇതിലേക്ക് ടോപ്പിലേക്ക് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പിക്സൽ എടുക്കുന്നതിന് നമ്മൾ ടേക്ക് എ പിക്സൽ ഫ്രം ദ ടോപ്പ്. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എ പിക്സൽ ഫ്രം ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ആ ഒരു ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സെവറൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ റീജിയൻ ഗ്രോയിൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സൂട്ടബിൾ സെലക്ഷൻ ഓഫ് സീഡ് പോയിന്റ്സ് ഈസ് ആൻ ഇമ്പോർട്ടന്റ്. സെലക്ഷൻ ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി മെഷേഴ്സ് ഈസ് ഇമ്പോർട്ടന്റ്. ഫോർമുലേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് റൂൾ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഇൻ എ റീജിയൻ ഗ്രോയിങ്. അപ്പം ആ ഒരു ഇതാണ് സെവറൽ ഇഷ്യൂസ്. ഏതൊക്കെ ഇഷ്യൂസ് ആണ് ഇരിക്കുന്നത്. പിന്നെ മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് റീജിയൻ ഗ്രോയിങ് ഈസ് ദാറ്റ് സീഡ് പോയിന്റ്സ് ആർ യൂസർ ഡിപെൻഡന്റ്. സെലക്ഷൻ ഓഫ് റോങ് സീഡ്. നമുക്കറിയാം അടുത്തുള്ളതിന് നമ്മൾ കൂടുതൽ മെർജ് ചെയ്യുമ്പോൾ അതൊരു റോങ് ആയിട്ടുള്ളതൊക്കെ ആകാം തൊട്ടടുത്തതുമായിട്ട് മെർജ് ചെയ്യുമ്പോൾ. അപ്പൊ സെലക്ഷൻ ഓഫ് റോങ് സീഡ് ക്യാൻ ബി ലീഡ് ടു റോങ് സെഗ്മെന്റേഷൻ റിസൾട്ട്സ്. ദ അൽഗോരിതം ഹൈലി ഇറ്ററേറ്റീവ് ആൻഡ് റിക്വയർസ് ഹൈ computation time and power.
അപ്പം ഇവിടെ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് റീജിയൻ ഗ്രോയിങ് ഈസ് ദാറ്റ് സീഡ് പോയിന്റ്സ് ആർ യൂസർ ഡിപെൻഡന്റ്. സെലക്ഷൻ ഓഫ് റോങ് സീഡ് പോയിന്റ്സ് ക്യാൻ ലീഡ് ടു റോങ് സെഗ്മെന്റേഷൻ റിസൾട്ട്. ദ അൽഗോരിതം ഈസ് ഹൈലി iterative and requires a high computational time and example one. In this image segment given figure 34a, seed points are given at 3, 2 and 3, 4. Similarity criterion in gray level difference. Find the segment image if a t equal to 3 and t equal to 8. Appa t equal to 3 and t equal to 8. Appa nammal avade thikkunna input image segment for a example 1. Appa nammal ivide idinachirikkunna cheyna add seed point and given at 3, 2. അടുത്തെന്ന് പറഞ്ഞാൽ ആൻഡ് 3, 4. അപ്പം ഇവിടുന്ന് രണ്ടിനെയും നമ്മളോട് ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദിസ് ഇമേജ് സെഗ്മെന്റ് ഗിവൻ സീഡ് പോയിന്റ്സ് ആർ ഗിവൺ അറ്റ് 3, 2 ആൻഡ് 3, 4. സിമിലാരിറ്റി ക്രൈറ്റീരിയ ഇൻ ഗ്രേ ലെവൽ ഡിഫറൻസ്. ഫൈൻഡ് ദ സെഗ്മെന്റഡ് ഇമേജ് if a equal to 3 and b equal to 8. ഇപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും ഇതിലൊക്കെ വെച്ചിട്ട് ഔട്ട്പുട്ട് ഫോർ t equal to 3 എന്ന് പറയുമ്പോൾ t equal to 3 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഇതിനെ ഒരു ഇത് ചെയ്യുമ്പോഴത്തേനും കണ്ടോ ഇവിടുത്തെ വാല്യൂസ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കേ. ഇതിനെ നമ്മളൊരു ബൗണ്ടറി വെച്ച് അതിന്റെ വാല്യൂസ് നമ്മൾ മാറ്റിയിട്ട് R1, R2 t equal to 3 വരുമ്പോ അപ്പം ഔട്ട്പുട്ട് ഫോർ t equal to 8 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഇങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, അതിനെ ഒരു ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ നമ്മൾ അതിനെ ഇവിടെ കണ്ടോ, ആദ്യത്തെ കേസിൽ എ ബി ബി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എ ഈക്വൽ ടു ടിയുടെ വാല്യൂ t equal to 8 എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ ബാക്കി എല്ലാം മാറിയിട്ട് അവിടെ എല്ലാം എ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യൂസ് റീജിയൻ ഗ്രോയിങ് ടു സെഗ്മെന്റ് ദ ഒബ്ജക്ട് ഇൻ ദി ഇമേജ് ഗിവൺ ഇൻ ഫിഗർ 20. The center pixel of the image region is grown in the following directions. In horizontal and vertical direction only 4 neighborhood. In horizontal and vertical diagonal directions 8 neighborhood. Similarity criteria in the difference between 2 pixel values is less than or equal to 5. അപ്പൊ ഇൻപുട്ട് ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ റീജിയൻ ഗ്രേയിങ് സ്റ്റാർട്ടിങ് വിത്ത് സീഡ് പോയിന്റ് വിത്ത് ഗ്രേ വാല്യൂ 60. അപ്പം 60 ഇൻ ദ സെന്റർ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളിങ്ങനെ നോക്കിയിട്ട് 60 ഇൻ ദ സെന്റർ. ഇറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നിരിക്കുമ്പോഴത്തേന് അതിന് 60 എടുക്കുന്നു, അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യുന്നു. വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ടു ചെക്ക് ഹൗ മച്ച് ഗിവൺ പിക്സൽ വാല്യൂസ് and differ from 60. If the difference is less than or equal to 5, then it is assigned to A. അപ്പൊ നമ്മൾ അവിടെ ഒരു വായിക്കാനായിരുന്നു അതിന്റെ ആ ഒരു 60 എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ അതിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ അതിനെ നമ്മൾ എ എന്ന് ഇത് ചെയ്യുന്നു. ആൻഡ് മെർജ്ഡ് വിത്ത് ദ റീജിയൻ എൽസ് ഇറ്റ് ഈസ് അസൈൻഡ് ടു ബി ബി. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു വാല്യൂസ് എടുക്കുന്നു, അതിന്റെ എടുക്കുന്ന അതിന്റെ ലെസ് ദാൻ ഓർ ഇതാണെങ്കിൽ അതിനെ എ എന്നും അല്ലാത്തൊരു കേസിൽ ബി എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ചെയ്ത് വരുമ്പം ഇഫ് ഡയഗണൽ എലമെന്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ദെൻ ദ റീജിയൻ ഗ്രോസ് മോർ ദാൻ ദ ഷൂൺ. അപ്പം ആ രീതിയിൽ ഔട്ട്പുട്ട് ഫോർ 4 നെയ്ബർഹുഡ്, ഔട്ട്പുട്ട് ഫോർ 8 നെയ്ബർഹുഡ് നമ്മളോട് പറഞ്ഞ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അതൊരു 16 വാല്യൂസ് എടുക്കുക, അതിന്റെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ആണെങ്കിൽ അതിന്റെ വാല്യൂസ് നമ്മൾ എ അല്ലെങ്കിൽ ബി എന്ന് മാർക്ക് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ലെറ്റ് us ഡിസ്കസ് സ്പ്ലിറ്റ് ആൻഡ് മെർജ് മെത്തേഡ്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാലും മെർജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇതിനെ ഒരു ഇമേജസിനെ as mentioned before, there is a fundamental problem in splitting procedure. It is need a suitable segment to be established before performing splitting. ഇത് അതിനെ ഒരു സബ് സെഗ്മെന്റ് ആക്കി മാറ്റുന്നതാണ്. ദ പ്രോബ്ലം ഓഫ് ഹൗ ടു സ്പ്ലിറ്റ് ഹൗ ഇറ്റ് ഹാസ് ടു ബി സോൾവ്ഡ്. വി ക്യാൻ ഡിസൈഡ് വെദർ എ പർട്ടിക്കുലർ സെഗ്മെന്റ് നീഡ്സ് ടു
ബി സ്പ്ലിറ്റ് ഓർ നോട്ട് ബൈ ചെക്കിങ് ഏതൊക്കെ രീതിയിൽ വെച്ചായിരിക്കുന്നതാണ്. ഗ്രേ ലെവൽ ഡിഫറൻസ് എക്സിഡ്സ് ആൻഡ് threshold or the variance of tester measure exceeds the threshold or histogram angiography or any other histogram measure exceed the threshold or edge pixels exist in the സെഗ്മെന്റ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി സ്റ്റാർട്ട് ബൈ സ്പ്ലിറ്റിംഗ് ദ എൻറ്റയർ ഇമേജിന്റെ ടു 4 കാർഡിനലിന്. അപ്പൊ നമ്മളിത് നേരത്തെ ഇത് പറഞ്ഞാണ് എങ്ങനെയായിരിക്കും ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നുള്ളതിന്റെ നമ്മളത് അവിടെ പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനെ എങ്ങനെയായിരിക്കും മെർജ് ചെയ്യുന്നതെന്നുള്ളതാണ്. എക്സാമ്പിൾസ് ഓഫ് സ്പ്ലിറ്റ് ആൻഡ് മെർജ് സെഗ്മെന്റ്. അപ്പൊ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ മെർജിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഇതുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വാഡ്രേറ്ററി റെപ്രസെന്റേഷൻ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മളൊരു നെയിമിങ് ഒന്നിനെ നമ്മൾ സ്പ്ലിറ്റ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പൊ അതിന്റെ ക്വാഡ്രറി റെപ്രസെന്റേഷൻ വരയ്ക്കാൻ പറയുന്നത് അത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ഇത് മെയിൻ ആയിട്ടുള്ള നിൽക്കുന്നത് നമുക്ക് ഈ ഒരു ഇത് തന്നിരിക്കും. അപ്പൊ അതിന്റെ ക്വാഡ്രറി. അപ്പൊ നമ്മൾ ഇതിന്റെ എന്തായിരിക്കും ഫസ്റ്റില് ഇതിനെ 6 എന്നുള്ളതിന് നമ്മള് 1, 2, 3 അതിനെ നമ്മള് 4 ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ക്വാഡ്രറി റെപ്രസെന്റേഷൻ ആണ് ലഭിക്കുന്നത്. അപ്പം ആദ്യത്തെ എന്ന് പറയുമ്പോൾ 1, 2, 3 ആയിരിക്കുന്ന അതിനകത്ത് 4 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ ഒരു വരച്ചിരിക്കുന്ന. അപ്പൊ ഇവിടെ കണ്ടോ എക്സാമ്പിൾ സെഗ്മെന്റ് ദ ഫിഗർ നിൽക്കുന്ന ബൈ ദ സ്പ്ലിറ്റ് ആൻഡ് മെർജ് അൽഗോരിതംസ് homogeneity criteria. The image is divided into 4 quadrant. Figure 39b shows the image and its quadrants. Quadrant 2 and 3 are homogeneous. Thus no further splitting is done. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുകയാണ് 1, 2, 3, 4. അപ്പം ഇവിടെ ഇതിനെ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അതിന്റെ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 1 അതിന്റെ ഒരു വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ 1, 2, 3, 4. അപ്പൊ അതിന്റെ ഒരു 1ന്റെ വാല്യൂസ് എങ്ങനെ ഇരിക്കും. 1 എന്നുള്ളത് നമ്മൾ ഇത് തന്നിരിക്കുന്നു, 2 എന്നുള്ളത് വന്നിരിക്കുന്നു, 3 എന്നുള്ളതും 4 എന്നുള്ളതും ഇത് വെച്ച് തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആദ്യത്തെ ഇതുണ്ട് ഇതിനെ ഒന്നാമത്തെ ഇതിനെ നമ്മൾ 4 തിരിക്കുന്നു. അപ്പം 2ഉം 3യും ഏത് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് വന്നിട്ട് അതിനകത്ത് ഏതൊക്കെ രീതിയിലായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചതാണ് സ്പ്ലിറ്റ് ആൻഡ് മെർജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിനകത്ത് പറയുന്നത് ബൗണ്ടറി ഡിറ്റക്ഷൻ. ഞാനത് വീണ്ടും പറയുന്നില്ല. ബൗണ്ടറി ഡിറ്റക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ബൗണ്ടറി ഡിറ്റക്ഷൻ. അപ്പൊ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് അത് കണ്ടോ ബൗണ്ടറി ഡിറ്റക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഞാനത് വീണ്ടും പറയുന്നില്ല. ഇനി അടുത്ത നേരെ പോവാണ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്താണെന്ന് പറയാമോ ശ്രുതി? ഫീച്ചർ എക്സ്ട്രാക്ഷൻ നമ്മളിവിടെ ഇപ്പം മെയിൻ ആയിട്ട് പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എഡ്ജ് ബേസ്ഡ് സെഗ്മെന്റേഷനും റീജിയൻ ബേസ്ഡ് സെഗ്മെന്റേഷനും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ. ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഡിവൈഡ്സ് എ ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ഇൻടു സ്മോളർ ഗ്രൂപ്പ് ഫോർ എ ഗ്രൂപ്പ് പ്രോസസിംഗ്. അതായത് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഡിവൈഡ്സ് എ ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ഇൻടു എ സ്മോളർ ഗ്രൂപ്പ് ആയിട്ട് മാറ്റുന്നു. അതിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ്. There are a large number of variables in this huge data set which requires a large amount of processing power. Feature extraction extract the best feature from by selecting and combining variables into features. അതിന്റെ അത് ആപ്ലിക്കേഷൻ ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമേജ് പ്രോസസിംഗ്, ഓട്ടോ എൻഗേജ് ആൻഡ് ബാഗ് ഓഫ് വേസ് ആർ സം ആപ്ലിക്കേഷൻ ഓഫ് ഫീച്ചർ എക്സ്ട്രാക്ഷൻസ്. അതായത് ഓട്ടോ എൻകോഡേഴ്സ്, ബാഗ് ഓഫ് വേസ്. In image processing, we experiment with the image using different techniques to
comprehend them better. അതായത് ഡിഫറെന്റ് ടെക്നിക്സ് വെച്ച് അതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ബെറ്റർ ആയിട്ടുള്ളത് എടുക്കുന്നു. ഓട്ടോ എൻകോഡേഴ്സ് do efficient unsupervised data coding. As a result, the feature extraction technique may be used to discover significant features from data to code by learning from original data set and generating new ones. ഇനി അടുത്ത ബാഗ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഈസ് എ ഇമ്പോർട്ടന്റ് part of the processes. This technique is widely used for a natural language processing. Here, words or features are extracted from a document. ഒരു ഡോക്യുമെന്റിന് ഏതെങ്കിലും വേർഡ്സോ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഫീച്ചേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനാണ് ബാഗ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫ്രം എ ഡോക്യുമെന്റ്, വെബ്സൈറ്റ് ഓർ എ sentence and are classified according to their frequency of use. Traditional methods of feature detection. Traditional methods of feature detection include the following. ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹാരിസ് കോർണർ ഡിറ്റക്ഷൻ ഉണ്ട്. ഹാരിസ് കോർണർ detects corners based on the differential corner score with reference to a direction directly. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്കെയിൽ ഇൻവീരിയന്റ് ഫീച്ചർ ട്രാൻസ്ഫർ. സർഫ് എന്ന് പറഞ്ഞാൽ സ്പീഡഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ്. ഫാസ്റ്റ് ഫീച്ചേഴ്സ് ഫ്രം ഐസൊലേറ്റഡ് സെഗ്മെന്റ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഓറിയന്റഡ് ഫാസ്റ്റ് ആൻഡ് ബ്രീഫ്, ബൈനറി റോബസ്റ്റ് ഇൻഡിപെൻഡന്റ് എലിമെന്ററി ഫീച്ചേഴ്സ്. ഓറിയന്റഡ് ഫാസ്റ്റ് ആൻഡ് റൊട്ടേറ്റഡ് ബീഫ് ORB. This OpenCV algorithm use a fast key point detector and brief descriptor. അപ്പം ഇതിനകത്ത് ഓരോ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് ഫീച്ചർ ഡിറ്റക്ഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഡീപ്പ് ലേണിംഗ് ടെക്നിക് ഫോർ എ ഫീച്ചർ എക്സ്ട്രാക്ഷൻസ്. Convolutional neural network can replace a traditional feature extraction because of their strong ability and efficiency to extract complex features of for expressing more detailed part of a image and can learn task specific features. Either deep learning techniques for a ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡീപ്പ് ലേണിംഗ്. നമ്മൾ അതിനെ കുറിച്ചൊന്ന് ശരിക്കൊന്ന് ലേൺ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ടതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളതാണ് സൂപ്പർ പോയിന്റ്. അവിടെ ഒരു കുറച്ച് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ പോയിന്റ്. അപ്പൊ നമ്മൾ ഇതിന് എന്തായിരിക്കുന്ന ഫീച്ചർ എക്സ്ട്രാക്ഷൻ നൽകുന്ന നമ്മളിവിടെ ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ് ഡിറ്റക്ട് ആൻഡ് ഡിസ്ക്രൈബ് D2 നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ അതിന്റെ ഇവിടെ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട്. ആ ഫീച്ചറിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പല പല കട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ളതിനെ ഡിറ്റക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ചില പിക്ചേഴ്സിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഡൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അവരിന്റെ അകത്തുനിന്ന് നമുക്ക് വേണ്ടതിനെ ഡിറ്റക്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഡിറ്റക്ട് ആൻഡ് ഡിസ്ക്രൈബ് D2 നെറ്റ്വർക്ക്. അപ്പൊ നമുക്കറിയാം ഒരു ഡൾ ആയിട്ടുള്ള ഇതിനെ നമ്മൾ അതിനെ ഓരോരോ ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ അകത്തുനിന്ന് വേണ്ടതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിനെ കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. സോഫ്റ്റ് ഡിറ്റക്ഷൻ സ്കോർ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പം അതുണ്ടാവും താജ്മഹലൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്തുനിന്ന് ഡിറ്റക്ട് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരിതാണ് ചെയ്തിരിക്കുന്നത്. അതായത് LF നെറ്റ് സോഴ്സ് ഇറ്റ് ക്യാൻ ബി thought of both a feature detect and a dense feature description at the same time. The key points that are obtained using the methods are more stable than the traditional equivalent, which are based on the early detection of low-level features. This is achieved by delaying the detection until a later stage. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇതിനകത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു പിക്ചർ തന്നിരിക്കുന്ന അതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മളോട് ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാം. അപ്പൊ നമ്മൾ അതിനെന്തിനായിരിക്കും ഫീച്ചർ എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പല ഇതാക്കി മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വേണ്ടതിനെ മാത്രം ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്ജക്ട് റെക്കഗ്നിഷൻ യൂസിങ്
സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചസ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതിനകത്തായിരിക്കും? നമ്മളൊരു അൽഗോരിതംസിനകത്തല്ല, നമ്മുടെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ എഐക്കകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. ഇതിനകത്ത് മെയിൻ ബേസിക് ആൻസർ, ഡിസ്ക്രിപ്ഷണൽ ഫങ്ഷൻസ്, ബേസ് ലൈൻ ക്ലാസിഫിക്കേഷൻസ്, മിനിമം ഡിസ്റ്റൻസ് ക്ലാസിഫിക്കേഷൻ, മെഷീൻ ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ ഈസ് ദ ഡിസിപ്ലിൻ ഓഫ് ബിൽഡിംഗ് മാച്ചസ് ടു പെർഫോം perceptual tasks which humans are particularly good. Recognize faces, voice, identity, spaces of flowers, identity, disease in plants by observing in leaves, identify animals. ശ്രുതിയുടെ ഏതാണ് നെറ്റ്വർക്ക്? ഏതാണ് ശ്രുതി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതായിരുന്നു? There are practical needs to find a more efficient ways of doing things. Read handwritten symbols, diagnose diseases, identify incoming missiles from radar or sonar signals. അപ്പൊ ഇവിടുത്തെ particular needs to find a more efficient way of good doing things. എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റീഡ് ഹാൻഡ് റിട്ടൺ സിമ്പിൾസ്. നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സിമ്പിൾസ് റീഡ് ചെയ്യാം. ഡയഗ്നോസ്, ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാം. ഐഡന്റിഫൈ ദ identify incoming missiles from a radar or sonar signal. The machines may perform these tasks faster, more accurately and cheaply. ശ്രുതി വല്ല ജിയോയുടെ സിമ്മോ അങ്ങനെ എന്തെങ്കിലും എടുക്കും കേട്ടോ. കാരണം ഐഡിയ ആയിട്ടായിരിക്കും ഇതുപോലെ നെറ്റ്വർക്ക് പോകുന്നത്. എന്റേതാണെങ്കിൽ എയർടെൽ ആണ്. എനിക്ക് തോന്നുന്നത് ജിയോയുടെ ഇച്ചിരൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. The goal of object recognition is to clarify complicated machines of decision-making process and automatic these function using computers. In a classification test, we are given an object or a pattern, and the task is to classify it into one of the out of the class. In the previous video, was discussed and how the decision boundaries surface between. അപ്പൊ നമ്മൾ വീണ്ടും ഇതിനകത്ത് പറയും ഡിസിഷൻ ബേസ് ഇതിനകത്ത് ബേസിക് കൺസെപ്റ്റ് എന്താ എനിക്ക്. Although human can perform some of the perceptual tasks with the ease, there is not sufficient understanding to duplicate the performance with a computer. നമുക്കറിയാം, നമുക്ക് അതിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നും കമ്പ്യൂട്ടറിന്റെ കേസിൽ വരിക. ബിക്കോസ് ഓഫ് ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് ദ പ്രോബ്ലം, മെനി പാറ്റേൺ റെക്കഗ്നേഷൻ റിസർച്ച് ഹാസ് ബീൻ കൺസേൺഡ് വിത്ത് മോർ മോഡറേറ്റ് പ്രോബ്ലംസ് ഓഫ് എ pattern classification, the assigned of the physical object or an event. Either, for example, a lumber mill producing assorted hardwoods want to automate the process of sorting finished lumber according to the species of trees. Either നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന lumber mill producing assorted hardwoods. Lumber mill producer ഇപ്പൊ ലംബർ മില്ല് നമ്മളൊക്കെ പറയാം. മെയിൻ ആയിട്ട് നമുക്ക് ഈ മില്ലിലൊക്കെ നമ്മുടെ ഇതിനെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ലംബർ മിൽ പ്രൊഡ്യൂസ് assorted hardwoods, wants to automate the process of sorting
ഫിനിഷ്ഡ് ലംബർ അക്കോർഡിംഗ് ടു ദ സ്പീഷീസ്. നമ്മളിപ്പം ലംബർ മില്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസോർട്ടഡ് ആയിട്ടുള്ള എല്ലാ ഹാൻഡ് ഫുഡ്സ് വേണ്ടി ഓട്ടോമേറ്റ് ദ പ്രോസസ് ഓഫ് സോർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് ലംബർ അക്കോർഡിംഗ് ടു ദ സ്പീഷീസ് ഓഫ് ട്രീസ്. ഒപ്റ്റിക്കൽ സെൻസിങ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബ്രിഞ്ച് ലംബർ ഫ്രം എ ആഷ് ലംബർ. അപ്പൊ നമുക്ക് അതിനകത്ത് അറിയാം, അതിന്റെ അകത്തുനിന്ന് ആഷ് ലംബർ നമുക്ക് കിട്ടും. എ ക്യാമറ ടേക്ക് പ്ലേസ് ഓഫ് ദ ലംബർ ആൻഡ് പാസസ് ടു ദ ഫീച്ചർ എക്സ്ട്രാക്ട്. അപ്പം നമുക്കറിയാം ഒരു ലംബർ മില്ലില് ഒരു പ്രൊഡ്യൂസിങ് അസോർട്ടഡ് ഹാൻഡ് വുഡ്സ്, നമുക്ക് ഉള്ള ഹാൻഡ് വുഡ്സിനെ ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് സോർട്ടിങ് ഫിനിഷ്ഡ് ലംബർ അങ്ങനെ ആക്കി മാറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പം സെൻസർ, പ്രസന്റേഷൻ ഫാക്ടർ, ഫീച്ചർ സെലക്ടർ എക്സാക്ടർ, feature select, classifier, decision. A feature extract reduce the quantum of data by measuring certain relevant properties that distinguish which bringe lumber from the feature of ash lumber. Either bringe lumber and ash lumber are different. These features are then passed to a classifier, the equivalent evidence presented, and makes a final decision about the lumber type. One characteristic of human pattern recognition, it involves a teacher. Similarly, a machine pattern recognition system needs to be trained. A common mode of learning is to give a collection of labeled as known as a training data set. From the training data set, structure information is distilled and used to classify new inputs. അപ്പൊ നമ്മളൊരു ഇതിലേക്ക് നമ്മളെ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, സിമിലർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നതിനെ ബേസ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, ഒരാൾക്ക് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരാൾക്ക് സയൻസ് ആയിരിക്കും, ഒരാൾ ഇതായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്യുന്ന ഗോൾ ഓഫ് പാറ്റേൺ റെക്കഗ്നേഷൻ ഈസ് ടു റീച്ച് ആൻ ഒപ്റ്റിമൽ ഡിസിഷൻ ഡ്യൂ ടു rule 2, categorize the incoming data into their respective categories. A pattern recognition investigation may consist of several stages enumerated below. Not all stages may be present. Some may be merged together, so the distinction between two operations may not be clear. ചില കേസിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, merge ചെയ്യുമെന്നാണ് പറയുന്നത്. Even if both are carried out and there some application specific data are processing that may be. അപ്പൊ അതിനകത്ത് the points below are fairly typical. എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വഴിയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രോബ്ലംസ് എന്താന്ന് നോക്കും, അതിനകത്ത് ഡേറ്റ കളക്ട് ചെയ്യും, അതിനെ ഇനീഷ്യലായിട്ട് സെലക്ട് ചെയ്യും, ഇനീഷ്യലായിട്ട് ഒന്ന് എക്സാം ചെയ്ത് നോക്കും, അതിന്റെ ഫീച്ചർ സെലക്ഷൻ ഓർ ഫീച്ചർ എക്സ്ട്രാക്ഷൻ നോക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്ന ഒരിടത്തിനായിരിക്കുന്ന നമ്മൾ എന്താ ഒരു പ്രോബ്ലം നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം എന്താണെന്ന് നോക്കും, അതിന് വേണ്ടി ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഡേറ്റാസിനെയൊക്കെ ഒന്ന് എക്സാം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എന്തൊക്കെയാണെന്ന് ഫീച്ചർ സെലക്ഷനും ഫീച്ചർ എക്സ്ട്രാക്ഷനും ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, സൂപ്പർവൈസ്ഡ് പാറ്റേൺ ക്ലാസിഫിക്കേഷൻ കൊടുക്കും, അപ്പോഴേ ഡിസ്ക്രിമിനേഷൻ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് റിസൾട്ട് കിട്ടും. ഇപ്പൊ നമ്മളിവിടെ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ ഈസ് വെരി ഇൻ കേസ് റിസൾട്ട് ആർ നോട്ട് സാറ്റിസ്ഫൈ, സൈക്കിൾ മേ ബി സ്റ്റാർട്ടഡ് അഗെയിൻ ഫ്രം ദ ഡേറ്റ കളക്ഷൻസ്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ വീണ്ടും ചെയ്യുന്ന അതിന്റെ ഫീച്ചർ ഈസ് എ property or characteristics of object for a non-conditional, which is used to distinguish between or a classify two different objects. For example, sorting incoming fishes or on a conveyor according to the species using optical sensing. അപ്പൊ നമ്മൾ ചില ഫിഷസ് വരുമ്പോൾ ആ ഫിഷസിന് അതിന്റെ സ്പീഷീസ് നോക്കിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ കേസിന് 2 categories of species are, അതായത് സീബാസ് ആൻഡ് സാൽമൺ. അപ്പൊ നമ്മള് സീബാസിനെ സാൽമണോ ആണെന്ന് പറയുന്നത് അതിന്റെ ഓരോന്നിന്റെ ഫീച്ചേഴ്സ് ആണ്. സം പ്രോപ്പർട്ടീസ് ദാറ്റ് കുഡ് ബി പോസിബിളി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ 2 types of fishes are, ഒന്നെങ്കിൽ അതിന്റെ ലെന്ത്, അതിന്റെ ലൈറ്റ്നെസ്, വിഡ്ത്ത്, നമ്പേഴ്സ് ആൻഡ് ഷേപ്പ് ഓഫ് പിൻസ്, പൊസിഷൻ ഓഫ് ദി മൗത്ത്, അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഫീച്ചർ സ്പേസ്, ദ sample of input when represented by the features are represented as points in the feature space. If the single feature is used, then the feature space is a one dimensional. അതായത് നമ്മളിപ്പോ അതിന്റെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സിനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 1 dimensional രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന if the number of features is 2, then we get a points in a 2D space are shown in the
ഫിഗർ 3. അപ്പൊ നമ്മളൊരു ഫീച്ചർ കിട്ടി, ആ ഫീച്ചേഴ്സിനെ നമ്മൾ 1 ഡയമെൻഷനിലാണെങ്കിൽ നമ്മളൊരു എസ് ഡയറക്ഷൻ ആക്ഷനിൽ നമ്മൾ അതിന്റെ ഫീച്ചറിനെ പോയിന്റ് ചെയ്ത് എടുക്കുന്ന പോയിന്റിങ് ഫീച്ചേഴ്സ് ആയിട്ട് ചെയ്യുന്നു. ഇനി സം ഫീച്ചേഴ്സ് ഇൻ 2 ഡയമെൻഷണൽ ഫീച്ചേഴ്സ് സ്പേസ്. അപ്പൊ 2 ഡയമെൻഷണൽ ഫീച്ചേഴ്സ് സ്പേസിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിനെ ചിലതിനെ ഡയഗത്തിനായിട്ടും അങ്ങനെ ഓരോന്നിനെ നമ്മൾ ഓരോ രീതിയിൽ നമ്മൾ ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഡിസിഷൻ റീജിയൻ ആൻഡ് ഡിസിഷൻ ബൗണ്ടറി. As we know that pattern recognition is to reach an optimal decision rule to categorize the incoming data into their respective characteristics. The decision boundaries separate points belonging to one class from point to other. The decision boundary partition the feature space in the decision regions. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടോ, ഇതിനകത്ത് ഒരു പാറ്റേൺ ആയിട്ട് ഇതിനെ നമുക്ക് ഇനി